ഒരു അധ്യാപകൻ അതിലുപരി കുട്ടികളെ ലീഡ് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് അവരിൽ നിന്ന് എനിക്ക് കേൾക്കാൻ ഏറ്റവും സന്തോഷമുള്ള കാര്യം അവരുടെ റിസൾട്ടുകളാണ്. SSC CGL റിസൾട്ട് അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ ആ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കുട്ടികൾ ആ എക്സാം ക്ലിയർ ചെയ്തു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമായി. അത് മാത്രമല്ല, വെറും ഒരു എക്സാം ക്ലിയർ ചെയ്യുക മാത്രമല്ല, അവർ നേടിയ പോസ്റ്റുകൾ അല്ലെങ്കിൽ അവർ അച്ചീവ് ചെയ്ത പോസ്റ്റുകൾ നല്ല ഹൈ പ്രൊഫൈലുള്ള പോസ്റ്റുകളായിരുന്നു. എൻ്റെ അടുത്ത് ഇരിക്കുന്നത് വൈഷ്ണവി എൻ്റെ 2023 ജൂലൈ ബാച്ചിൽ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് വൈഷ്ണവിക്ക് ഈ വിജയം, അതും ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കാണ് വൈഷ്ണവിക്ക് സെലക്ഷൻ കിട്ടിയത്. സോ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ CGL റിസൾട്ട് അനൗൺസ് ചെയ്ത സമയത്തൊക്കെ കുറച്ചൊരു അനിശ്ചിതത്വം നിലനിന്നിരുന്നു. കാരണം റാങ്ക് ലിസ്റ്റ് റിവൈസ് ചെയ്യും, പിന്നെ കേസ് പോകുന്നുണ്ട് തുടങ്ങിയ വിഷയങ്ങളൊക്കെ. അപ്പം അതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് ഇപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മുടെ റിസൾട്ടുകൾ ഇപ്പം എല്ലാവരും അച്ചീവ്മെന്റ് കിട്ടിയ എല്ലാ ആൾക്കാർക്കും അതുവരെ മുന്നോട്ട് പോകാനും ഡോക്യുമെന്റ് വെരിഫിക്കേഷനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ ടൈമായി. സോ വൈഷ്ണവിക്ക് ഇവർ 2023 ബാച്ചിൽ ജോയിൻ ചെയ്യുകയും 2025 തുടക്കത്തിൽ തന്നെ ഒരു പോസ്റ്റ് SSC CGL പോസ്റ്റിൽ, അതും ഇൻകം ടാക്സ് ഇൻസ്പെക്ടറായിട്ട് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അപ്പോൾ അതിൽ ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ വൈഷ്ണവിക്ക് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ വൈഷ്ണവി അതിനുവേണ്ടി എടുത്തുള്ള ഒരു പ്രയത്നങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇവർക്ക് കാണേണ്ടത്. കാരണം എല്ലാവരുടെയും ഒരു ഡൗട്ട് ആൻഡ് ടെൻഷൻ എന്ന് പറയുന്നത് CGL എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണെങ്കിലും നമുക്കിത് എത്തിപ്പിടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പൊ അതിൽ സ്റ്റക്കായി നിൽക്കുകയാണ് പലരും. അപ്പൊ എനിക്ക് വൈഷ്ണവിൽ നിന്ന് കേൾക്കേണ്ടത് ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ വൈഷ്ണവിക്ക് നേടാൻ കഴിഞ്ഞതിന്റെ പിന്നിലുള്ള ഒരു ഹാർഡ് വർക്കാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടി യൂസ് ചെയ്ത സ്ട്രാറ്റജിയാണ്. അപ്പൊ അതൊന്ന് പറയാമോ? എന്താണ് വൈഷ്ണവിയുടെ ആദ്യം വൈഷ്ണവിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, പഠനം, ഇതൊക്കെ ഒന്ന് പറയാം. എന്റെ വീട് കാസർഗോഡാണ്. വീട്ടില് അച്ഛൻ, അമ്മ, അനിയനുണ്ട്. അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്, അമ്മ നോർമൽ ഹൗസ് വൈഫ്, ടൈലറിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണ്. പിന്നെ അനിയൻ ഡിഗ്രിയിൽ പഠിക്കുകയാണ്. ഞാൻ പഠിച്ചത് MSc ഫിസിക്സ് ആണ്. അത് കഴിഞ്ഞപ്പോഴാണ് SSC എന്ന് പറയുന്ന ഫീൽഡിലോട്ടേക്ക് ഇറങ്ങിയത്. അപ്പൊ അങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് സെർച്ച് ചെയ്തിട്ട് അവസാനമാണ് വരന്ത റേസിൽ എത്തുന്നത്. 2023 ജൂലൈ ബാച്ച് സ്റ്റുഡന്റ് ആണ് ഞാൻ. അവിടുന്ന് തുടങ്ങി ഒരു 6 മന്ത് റേസിൽ ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് രാവിലെ സർക്കിൾ ഉണ്ടാവും, അത് കഴിഞ്ഞ് ക്ലാസ് ഉണ്ടാവും. അതൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ക്ലാസ് കഴിഞ്ഞ ശേഷം വീട്ടിൽ തന്നെയായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻ. പിന്നെ 1 ഇയർ കൺസിസ്റ്റന്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. അത് തന്നെയാണ് ഈ ഒരു റിസൾട്ടിന്റെ കാരണം എന്ന് പറയുന്നത്. കൺസിസ്റ്റൻസി തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഒരു 1 ഇയർ ഡെയിലി ഒരു ദിവസം പോലും എന്താ പറയാ ലീവ് എടുക്കാണ്ട് സ്റ്റഡീസിന് വേണ്ടി തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോ ഇതുപോലൊരു റിസൾട്ട് എത്തിയതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ ഒരു റിസൾട്ട് തന്നെയായിരുന്നു. എന്റെ ഫസ്റ്റ് പ്രിഫറൻസ് തന്നെയായിരുന്നു ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. കിട്ടുമെന്ന് ആദ്യം ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. റോ സ്കോർ വന്നപ്പം കിട്ടുമായിരുന്നു എന്ന് വിശ്വസിച്ചെങ്കിലും എന്നാലും നമുക്ക് അറിയില്ലല്ലോ, ചിലപ്പം ഇൻ കേസ് എന്താ പറ്റാന്ന്. പക്ഷെ അവസാനം അത് തന്നെ കിട്ടി. അതില് സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. അത് വൈഷ്ണവിയുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു ഈ എക്സാം? ഫസ്റ്റ് അറ്റംപ്റ്റ്. ഓ ഗ്രേറ്റ്. അത് പറയാതെ വഴിയ, കാരണം ചിലർക്കത് ഭാഗ്യമാണ്. നമുക്കത് എക്സാം ഇപ്പം അതുപോലും ഒരു ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. ഭാഗ്യം മാത്രം പോരാ, ഹാർഡ് വർക്ക് വേണം. ഹാർഡ് വർക്കും ലക്കും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്ക്. ഓക്കെ, എനിവേ കുറെ പേര് അറിയാം അങ്ങനെ ലക്ക് ഇല്ലാതെ പോയ കുറെ പേര് ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം 1-2 മാർക്കിനൊക്കെ നമ്മൾ ഇത് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാർ നമ്മുടെ കുട്ടികളിൽ തന്നെ ഉണ്ട്. അപ്പം അവർ കൂടി പ്രചോദനമാവണം ഈ ഒരു വാക്കുകൾ. അപ്പം ഫസ്റ്റ് അറ്റംപ്റ്റിൽ CGL ക്രാക്ക് ചെയ്യുന്നു, അതും നല്ലൊരു ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് കയറുന്നു. ഓക്കെ, ഐ മീൻ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. ഇതിൽ ഇപ്പം എനിക്കറിയേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഇത് കാണുന്ന ആൾക്കാർക്ക് അറിയേണ്ടത്, ഇപ്പം ഈ ഒരു ഡ്യൂറേഷനിൽ 2023 ജൂലൈ, ഇപ്പം 2025, കാരണം 2024 എക്സാം നടക്കുന്നത്, കൃത്യം ഒരു വർഷം. എന്താണ് അതിനിപ്പം വൈഷ്ണവി യൂസ് ചെയ്തൊരു കൃത്യമായിട്ട് സ്ട്രാറ്റജി, സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാല് റേസിൽ ഉണ്ടായ സമയത്ത് അവിടുത്തെ ക്ലാസ്സും സർക്കിളൊക്കെ തന്നെയായിരുന്നു ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നത്. നമുക്ക് സർക്കിളിൽ ഡെയിലി എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് വരാൻ പറയും, ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ അത് ഫോളോ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ ശേഷമാണ് കൃത്യമായിട്ട് ഞാൻ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കി പഠിക്കാൻ തുടങ്ങുന്നത്.
ഒരു ടൈം ടേബിൾ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എനിക്ക് ഡെയിലി ടാർഗറ്റ് ഉണ്ടായിരുന്നു. അത് ഡെയിലി കംപ്ലീറ്റ് ചെയ്യുക. മെന്റർ നമുക്ക് കുറെ മെന്റേഴ്സ് മാറി മാറി ഉണ്ടായിരുന്നു. സർ അടിപൊളിയായിരുന്നു, ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി പഠിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ ഓരോ സബ്ജക്റ്റിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെയാണ് പഠിച്ചത്. ആദ്യം റേസിൽ കിട്ടിയ ഒരു ബേസ് ഉണ്ട്, ആ ബേസിന് മേലെ ബാക്കി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് തന്നെയാണ്. എത്രയായാലും ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഓഫർ ചെയ്യും, പക്ഷെ അതിന് മീതെ നമ്മള് ഹാർഡ് വർക്ക് ചെയ്യാണ്ട് നമുക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ആ ഒരു ഹാർഡ് വർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമാണ് നമ്മുടെ ക്ലാസ്സിലും സർക്കിളും ഒക്കെ ഉണ്ടായത്. എങ്ങനെയാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, ഒരു സർക്കിൾ അല്ലെങ്കിൽ ക്ലാസ്സുകളിൽ ഇപ്പൊ എങ്ങനെയാണ് എക്സാമിന്റെ ഒരു പാറ്റേൺ, എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് പഠിക്കേണ്ട ഐഡിയ വൈഷ്ണവിക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. ഈ സാധനത്തിന്റെ വൈഷ്ണവി അതിന് മേലെ മോൾഡ് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പ്രാക്ടീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ അവിടെ ലാബിൽ ഇരുന്ന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത്, എപ്പോഴും സദാസമയം പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ കുട്ടികളൊക്കെ ഇപ്പം ഇത് അച്ചീവ് ചെയ്ത കുട്ടികളൊക്കെ എനിക്ക് ഇതിനു മുമ്പ് ലാബിലിരുന്നും അല്ലാതെയൊക്കെ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച കുട്ടികൾ തന്നെയാണ്. ഇപ്പൊ മേ ബി അതിൽ കുറെ ആൾക്കാർ ചിലപ്പോൾ 1 വർഷം, ചിലപ്പോൾ 2 വർഷം, 3 വർഷമൊക്കെ ആയ ആൾക്കാരുണ്ട്. ബട്ട് എനി ഹൗ നമ്മുടെ ടൈം പോലെ ഇരിക്കും. ഓക്കെ, ഇനി ഇതില് പിന്നെ വൈഷ്ണവിക്ക് ഒരു ഫ്യൂച്ചർ ഇപ്പം ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കാണ് പോകുന്നത്. നിയമനം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ റീജിയനിൽ തന്നെ ഉണ്ടാവുന്ന പ്രതീക്ഷിക്കാം അല്ലേ? അപ്പൊ അതിന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ? ഈ സോൺ ഇപ്പൊ പ്രിഫറൻസ് കേരള കൊടുത്തിട്ടുണ്ട്, കിട്ടുമെന്ന് വിശ്വസിക്കുന്നു, അറിയില്ല. കിട്ടിയാ അതുകൊണ്ട് എവിടെ നിയമനം കിട്ടാം, നല്ലതായിരുന്നു. ആയിക്കോട്ടെ. ഈ പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ പ്രാക്ടീസ് എന്ന് പറഞ്ഞല്ലോ. ഇപ്പം ഒരുവിധം ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് അറിയേണ്ട ഒരു കാര്യം, ഈ മാത്സ് എന്ന് പറയുന്ന സാധനം, മാത്സ് SSC കോർ സാധനമാണ്. ആൻഡ് ഒബ്വിയസ്ലി മറ്റുള്ള സബ്ജക്റ്റുകളൊക്കെ കോർ തന്നെയാണ്. നിങ്ങൾ എഴുതിയ ഒരു സീസണിലെ പ്രത്യേകത GK കൂടി കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ഇപ്പം തുടക്കത്തിൽ ഇപ്പോൾ 2021-22 ജോയിൻ ചെയ്ത സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് ഈ GK എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് ഒരു ഓപ്ഷൻ, ഒരു സാധനം. അത് അറ്റൻഡ് ചെയ്താലും കുഴപ്പമില്ല, അറ്റൻഡ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ലാത്ത നിലയ്ക്കുള്ള സാധനമായിരുന്നു GK. ഇതിൽ GK കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു 2023 മുതലുള്ള CGL എല്ലാ എക്സാമുകളും. അപ്പോൾ അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തത്? ആൻഡ് ഓരോ സബ്ജക്ട് വൈസ് നോക്കുകയാണെങ്കിൽ GK, മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ്, ഈ സാധനങ്ങൾ എങ്ങനെയാ വൈഷ്ണവിക്ക് മാനേജ് ചെയ്യാൻ കഴിഞ്ഞത്? GK എന്ന് പറഞ്ഞാല് റേസിലുള്ള സമയത്ത് GK സാർ ഇപ്പൊ പൊളിറ്റാ എടുത്തിരുന്നത്. സാർ ഡെയിലി വന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു, പേടിച്ചിട്ട് പഠിക്കുമായിരുന്നു. പക്ഷെ അതുകൊണ്ട് നല്ല ഉപകാരം ഉണ്ടായിട്ടുണ്ട്. ആർട്ടിക്കിൾസിന്റെ കാര്യമൊക്കെ ഇപ്പോഴും തറവാണ്. അതുപോലെ പഠിച്ച കുറച്ച് സബ്ജക്ട് ഉണ്ട്, പക്ഷെ അതിന് ശേഷമാണ് കൃത്യമായിട്ട് ഒരു ഓർഡർ അനുസരിച്ചിട്ട് എല്ലാ സബ്ജക്റ്റും പഠിച്ചു. ചിലവർ പറയും GK അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടാണ്, പക്ഷെ അതല്ല. മറ്റുള്ളവർ അറിയുന്ന കൺസെപ്റ്റ് നമുക്ക് അറിയില്ലെങ്കിൽ അത് നമുക്ക് നഷ്ടം തന്നെയാണ്. അവർ സ്കോർ ചെയ്തിട്ട് നമ്മൾ സ്കോർ ചെയ്യണം. ബാക്കി കറണ്ട് അഫയേഴ്സ് ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു കോമ്പറ്റീവ് മെന്റാലിറ്റി ആണ് മെയിൻ. നമ്മൾ മറ്റുള്ളവര് അത് പഠിക്കുമ്പോൾ നമ്മളിത് പഠിച്ചിരിക്കണം എന്നുള്ള സാധനം മിസ് ചെയ്താൽ അത് പോയി. അതുകൊണ്ട് അത് അങ്ങനത്തെ കൺസെപ്റ്റ് ഒക്കെ ബേസിക് ആയിട്ടുള്ള GK കൺസെപ്റ്റ് ഒക്കെ മിസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു GKന്റെ ഒരു പ്രിപ്പറേഷൻ. പിന്നെ മാത്സ് ആണെങ്കിൽ ഞാൻ പിന്നക്കിള് ബുക്ക് അത് കുറെ പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. PYQs തന്നെയാണ് മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു കാതൽ എന്ന് പറയുന്നത്. ഇതില് പഠിച്ചതിലേ ഇപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്തതും എക്സാമിന് വരുന്നതും തമ്മിൽ ക്വസ്റ്റ്യൻസിൽ വലിയ ഡിഫറൻസ് ഫീൽ ചെയ്തിരുന്നോ? കാരണം നമ്മൾ കുറെ PYQs വർക്ക്ഔട്ട് ചെയ്തു, കുറെ സർക്കിളിൽ നമ്മൾ മെറ്റീരിയൽ വർക്ക്ഔട്ട് ചെയ്തു. ഈ മെറ്റീരിയൽസിനും ഈ PYQസിനും പുറമെ നിങ്ങൾ എഴുതാൻ പോയ എക്സാമിന് അതിന്റെ ടഫ് അല്ലെങ്കിൽ അതിന് കുറച്ച് വ്യത്യാസം വന്നിരുന്നോ? അത് ഉണ്ടാവും, പക്ഷെ ഒരു 80% നമ്മൾ ഫോളോ ചെയ്ത ഒരു പാറ്റേൺ, നമ്മൾ പഠിച്ച ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. പിന്നെ കുറച്ച് നമ്മള് ടോപ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതില് വൈഷ്ണവി കയറിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ടോപ്പേഴ്സിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസിൽ. അല്ലാതെ നമുക്ക് ഇത് പോസ്റ്റ് അറ്റൻഡ് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എനിഹൗ ഇത് ഈ റിസൾട്ട് അറിഞ്ഞപ്പോഴേ പോസ്റ്റ് കിട്ടി, അതും നല്ലൊരു പോസ്റ്റ് കിട്ടി എന്ന് പറഞ്ഞപ്പം ഈ ഒരു കാത്തിരിപ്പ്, ആ ഒരു സ്ട്രഗിൾ, ഹാർഡ് വർക്ക്, ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ റിസൾട്ട് കിട്ടിയ സമയത്ത് ആദ്യ റിസൾട്ടിന്റെ മൂവ്മെന്റ് ഒന്ന് പറയാൻ പറ്റുമോ? രാത്രി എനിക്ക് 11:58 അതെ അർദ്ധരാത്രിക്കാണ് റിസൾട്ട് വരുന്നത്, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അന്ന് MTSന്റെ റിസൾട്ട് വന്നോണ്ട് എല്ലാരും വിചാരിച്ചു ഇന്ന് റിസൾട്ട് വരില്ല. അപ്പൊ അങ്ങനെ പോയി കിടന്നുറങ്ങിയതാണ്. അപ്പൊ ഫോണില് മെസ്സേജ് വരുന്ന സൗണ്ട് കേട്ട് വെറുതെ ഒന്ന് എടുത്തു നോക്കിയപ്പം ലിസ്റ്റ് വന്നിട്ട് കണ്ടു. അപ്പൊ ടെൻഷൻ ആവാൻ തുടങ്ങി. എന്നിട്ട് സെർച്ച് ചെയ്തു, അങ്ങനെ പേര് കണ്ടപ്പോ ഭയങ്കര ഹാപ്പിനെസ്. പിന്നെ അച്ഛനും അമ്മയും ഉറങ്ങി, അവരൊക്കെ വിളിച്ചു. അങ്ങനെ എല്ലാവരോടും ഷെയർ ചെയ്തു, രാത്രി വിളിച്ചു, ഉറക്കത്തിന് എഴുന്നേൽപ്പിച്ചു. എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി. അച്ഛനും അമ്മയും എന്താ പറഞ്ഞവര്? അവര്
ഭയങ്കര ഹാപ്പി ആയിട്ട് എന്താ പറയണ്ടേന്ന് അറിയില്ല, ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു. ഉറക്കം ഞെട്ടിടിച്ച് കേൾക്കുന്നത് ഇതിന്റെ റിസൾട്ട് ആണല്ലോ അല്ലേ? ഓക്കെ, അത് വല്ലാത്തൊരു ഫീൽ ആയിരിക്കും. അവരെ സംബന്ധിച്ചു അതെ, എന്നെ സംബന്ധിച്ചു അതെ. ഓക്കെ, ഇതില് സ്കോർ എത്ര ഉണ്ടായിരുന്നു? 338 ആയിരുന്നു ആദ്യം റോ സ്കോർ. പക്ഷെ രണ്ടാമത് വന്നപ്പോ കുറഞ്ഞിട്ട് 2 ക്വസ്റ്റ്യൻസിൽ ചേഞ്ച് വന്നു. ആൻഡ് ഫൈനലി 354. ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും. ഇനിയിപ്പോ അവസാനമായിട്ടേ ഇതിന് ആസ്പിറൻസ് ഉണ്ടാവില്ല, SSC പ്രിപ്പയർ ചെയ്ത് നടക്കുന്ന ഇപ്പോഴത്തെ ആൾക്കാർ, നമ്മുടെ കുട്ടികൾ, പുതിയ കുട്ടികൾ, ജോയിൻ ചെയ്ത കുട്ടികൾ, അവർക്ക് വൈഷ്ണവി കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാല് കൺസിസ്റ്റൻസി തന്നെയാണ്. നമ്മള് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിന്റെ റിസൾട്ട് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എന്തായാലും കിട്ടും. അത് ഈ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ തീർച്ചയായിട്ടും കിട്ടും. അതുകൊണ്ട് ആരും ഡീമോട്ടിവേറ്റ് ആവരുത്. ഇപ്പൊ ഒരു എക്സാം കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ഡീമോട്ടിവേറ്റ് ആവേണ്ട കാര്യമില്ല. എനിക്ക് CHSL പ്രിലിംസ് പോലും കിട്ടിയിട്ടില്ല. ആ ടൈമിൽ ചെറിയൊരു ഇഷ്യൂ കാരണം എന്റെ മെന്റൽ ഹെൽത്ത് അത്ര നല്ലതായിരുന്നില്ല. അപ്പോൾ അത് കിട്ടാത്ത സമയത്ത് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. CHSL പ്രിലിംസ് പോലും കിട്ടിയില്ലല്ലോ എന്ന് ആലോചിച്ച്. പക്ഷെ അത് കഴിഞ്ഞ് CGL കിട്ടി. അതുകൊണ്ട് ആരും തളരരുത്. എക്സാംസ് വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുക. എന്തായാലും നിങ്ങളുടെ പോസ്റ്റ് ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടും.